എനിക്ക് തോന്നുന്നു നോൺ വെജിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി റെസിപ്പീസ് ചിക്കനിലായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ്. വളരെ എളുപ്പമാണ്, ഓയിൽ വളരെ കുറവാണ്, എല്ലാ ടേസ്റ്റുമാണ്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്ന അളവ് ചേരുവകൾ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു 20 മിനിറ്റ്. അപ്പോൾ ഇതിലൊരു പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയാണ് കേട്ടോ. ഒന്നും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്പം പുളിവെള്ളം കൂടരുത്, കുറച്ച് ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന അളവിൽ ഉണക്കമല്ലി, കുരുമുളക്, പെരിഞ്ചീരകം ഒന്ന് റോസ്റ്റ് ചെയ്ത് അത് ചൂടാറുമ്പോൾ ഒന്ന് തരിതരിപ്പായി പൊടിച്ച് വയ്ക്കാം. ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയും സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തക്കാളി പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇളക്കുമ്പോൾ തന്നെ അത് നല്ലോണം ഉടഞ്ഞ് ചേർന്നുണ്ടാവും. അപ്പോൾ നല്ല കുഴഞ്ഞ പരുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇത് ഞാൻ ഉള്ളി ഒരെണ്ണം മുളച്ചതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേർത്തു എന്നുള്ളൂ, അല്ലെങ്കിൽ മല്ലിയിലയോ എന്തെങ്കിലും ചേർത്ത് ഇളക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.